الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى നാം അനുഷ്ഠിച്ചതായ നോമ്പിനെ പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. നാം ചെയ്യുന്നതായ അമലുകൾ, സൽക്കർമ്മങ്ങൾ, സുഹൃതങ്ങൾ, ഖിറാഅത്തുൽ ഖുർആനുകൾ, ദാനധർമ്മങ്ങളൊക്കെയും പടച്ച റബ്ബ് സമ്പൂർണമായി ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകൈക ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു, മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ കാന കമൻ അദ്ദാ ഫരീളതൻ ഫീമാ സിവാ. പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നമ്മൾ ചെയ്യുന്നതായ സുഹൃതങ്ങൾ, നന്മയായ കാര്യങ്ങൾ, മറ്റുള്ളവരെ സഹായിക്കുക, അതല്ലെങ്കിൽ ചെയ്യുന്നതായ ചെറിയ അമലുകൾ, ഇതിന് പരിശുദ്ധമായ റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന പ്രതിഫലം റമളാൻ അല്ലാത്ത സമയങ്ങളിൽ ഫർള് പ്രവർത്തിക്കുന്ന പ്രതിഫലമാണ് ഈ പരിശുദ്ധമായ റമളാനിൽ നമ്മൾ ചെയ്യുന്നതായ ചെറിയ അമലുകൾക്ക് പടച്ച റബ്ബ് നൽകുന്നത്. ശേഷം അല്ലാഹുവിന്റെ റസൂൽ പിന്നീട് പറഞ്ഞു, വമൻ അദ്ദാ ഫരീളതൻ ഫീഹി കാന കമൻ അദ്ദാ 70 ഫരീളതൻ ഫീമാ സിവാ. ഇനി ഒരാൾ പരിശുദ്ധമായ റമളാനിൽ ഒരു ഫർളായ അമൽ പ്രവർത്തിച്ചു, അഥവാ സുബഹി നിസ്കാരം, ളുഹർ നിസ്കാരം, അസ്ർ നിസ്കാരം, ഇതെല്ലാം കൃത്യമായ നിലയിൽ ജമാഅത്തായിട്ട് തന്നെ നിസ്കരിച്ചു. ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, പരിശുദ്ധമായ റമളാൻ അല്ലാത്ത സമയങ്ങളിൽ 70 ഫർള് പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലമാണ് ഈ പരിശുദ്ധമായ റമളാനിൽ നമ്മൾ ചെയ്യുന്നതായ ഒരു ഫർളായ അമലിന് ഉള്ളത് എന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ പരിശുദ്ധമായ റമളാനിലുള്ള നമ്മുടെ ജമാഅത്ത് നിസ്കാരങ്ങളാണ്. ഫർദാക്കപ്പെട്ട സുബ്ഹി, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, ഇതിന് എത്രത്തോളം പ്രതിഫലമാണോ പടച്ച റബ്ബ് നൽകുന്നത്, ഇനി ഈ പരിശുദ്ധമായ റമളാൻ ഷരീഫിൽ പോലും നിസ്കാരങ്ങളെ കൃത്യമാക്കാതെ നടക്കുന്നവർക്ക് ഇതുപോലെ ഇരട്ടിയുടെ ഇരട്ടി ശിക്ഷയും പടച്ച റബ്ബ് നൽകുന്നുണ്ട്. അതുകൂടി നമ്മൾ ചിന്തിക്കണം. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഹബീബായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, പരിശുദ്ധമായ നിസ്കാരങ്ങൾ ജമാഅത്തായി പരിശുദ്ധമായ റമളാനിൽ ആരാണോ പരിപാലിക്കുന്നത്, പരിശുദ്ധമായ മറ്റു മാസങ്ങളെക്കാളും പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ഫർദ് നിസ്കാരങ്ങളും സുന്നത്ത് നിസ്കാരങ്ങളും കൊണ്ട് ജീവിതത്തിന് ആരാണോ സുഹൃതപ്പെടുത്തുന്നത്, അവനിക്ക് സ്വർഗത്തിൽ ഞാനൊരു പട്ടണം പണിയുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. സ്വർഗലോകത്ത് നമുക്ക് നാളെ ആഖിറമാകുന്ന പ്രവിശാലമായ ലോകത്ത് രക്ഷപ്പെടാൻ പറ്റുന്നതായ അമലുകൾ ഇതുപോലെയുള്ള പരിശുദ്ധമായ റമളാനുകൾ വരുമ്പോൾ കഴിയുന്ന നിലയിലുള്ള ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിക്കുന്നതിലൂടെയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് വഹിയ അഫ്ളലുൽ ഇബാദ അൽ ബദനിയത്തു കുല്ലിഹാ, ശരീരം കൊണ്ട് ചെയ്യുന്നതായ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലായ നിസ്കാരം, അത് റമളാൻ അല്ലെങ്കിൽ പോലും നമുക്ക് ഫർദാ. പടച്ച റബ്ബ് നാളെ ചോദിക്കും, നിന്റെ ഇത്ര ളുഹറുകൾ എവിടെ നഷ്ടപ്പെടുത്തി കളഞ്ഞു,
എന്നാൽ പരിശുദ്ധമായ റമദാനിനെ സംബന്ധിച്ചിടത്തോളം ഇൻഷാ അല്ലാഹ് പരിപൂർണമായും ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കണം എന്നുള്ളതായ നിയ്യത്ത് ഈ പരിശുദ്ധമായ റമദാനിന്റെ രണ്ടാമത്തെ ദിവസത്തിൽ നാം എടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിസ്കാരം നഷ്ടപ്പെടുത്തി കളയാതെ ഈ പരിശുദ്ധമായ റമദാനിൽ ജമാഅത്തായിട്ട് തന്നെ നമ്മുടെ നിസ്കാരങ്ങൾ മുഴുവനും നിർവഹിക്കാൻ നാം ആഗ്രഹിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നീട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഹുവ ശഹ്റുസ് സബ്ർ. പരിശുദ്ധമായ റമദാൻ എന്ന് പറയുന്നത് ക്ഷമയുടെ മാസമാണ്. നാമൊക്കെയും വിശപ്പും ദാഹവും സഹിച്ചിരിക്കുമ്പോൾ ഒരുപക്ഷെ ഇഫ്താറിന്റെ സമയത്ത് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. എന്തെങ്കിലും വിഷയങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ ഭാര്യമാരോടോ നമ്മുടെ വീട്ടുകാരോടോ പെട്ടെന്നൊക്കെ ദേഷ്യം വരും. കാരണം നമ്മൾ വിശന്നിരിക്കുന്നവരാണ്, നമ്മൾ ദാഹിച്ചിരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നിങ്ങൾ പ്രത്യേകം പരിഗണിക്കണം. വഹുവ ശഹ്റുസ് സബ്ർ. ക്ഷമിക്കണം, പരമാവധി നിങ്ങൾ ക്ഷമിക്കണം. വസ്സബ്റു സവാബുൽ ജന്ന. അങ്ങനെ ക്ഷമിക്കുന്നവർക്കുള്ളതായ പ്രതിഫലം സ്വർഗമാണെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വശഹ്റുൽ മുവാസാത്ത്. പാപങ്ങളെ ചേർത്തു പിടിക്കാനുള്ള മാസമാണ് പരിശുദ്ധമായ റമദാൻ. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ റമദാനിൽ അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുന്നു, വശഹ്റുൻ യുസാദു ഫീ റിസ്കിൽ മുഅ്മിനി ഫീഹി. മുഅ്മിനീങ്ങളുടെ ഉപജീവനം, മുഅ്മിനീങ്ങളുടെ റിസ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമാക്കപ്പെട്ടതായ റമദാനിൽ വിശാലമാക്കി കൊടുക്കുമെന്നാണ്. അതുകൊണ്ടല്ലേ ഏത് മഹല്ലത്തിൽ പോയാലും നല്ല നിലയിലുള്ളതായ ഭക്ഷണങ്ങൾ നമുക്ക് കാണാം. ചില ആളുകൾ പറയാറുണ്ട്, എന്തിനാണ് ഇങ്ങനെയൊക്കെ പൈസ, ആ പൈസ ചെലവഴിച്ച് ഏതെങ്കിലും പാപങ്ങൾക്ക് കൊടുത്തൂടെ? അങ്ങനല്ല. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അല്ലാഹു പറയാണ്, റിസ്ക് ഞാനങ്ങ് വിശാലമാക്കി കൊടുക്കും പരിശുദ്ധമായ റമദാനിൽ. അത് ഈ കേരളത്തിൽ മാത്രമല്ല, സൗദിയിൽ പോയാലും സബീൽ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കും. ഇത്ആമിന്റെ അത്രയും വണ്ണമായ പ്രതിഫലമാണത്. അതിലൊക്കെയും പങ്കുചേരാനുള്ള തൗഫീഖ് പടച്ച റബ്ബ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പാവങ്ങളെ ചേർത്ത് പിടിക്കുക, സ്വതക്ക ചെയ്യുക. ജാരിയായ സ്വതക്കകളിലൂടെ വലം കൈ കൊണ്ട് കൊടുക്കുന്ന സ്വതക്ക, ഇടം കൈ അറിയാത്ത നിലയിലുള്ള സ്വതക്ക, നാളെ ആഖിറമാകുന്ന പ്രവിശാലമായ ലോകത്ത് നമ്മളിങ്ങനെ വിരൽ കടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം നമ്മൾ ചെയ്തതായ സുഹൃതങ്ങൾ വന്നുകൊണ്ട്, ഇന്ന സമയത്ത് നീ ചെയ്തതായ അമലാണ് ഞാൻ, വരൂ സ്വർഗത്തിലേക്ക് വരൂ എന്ന് വിളിക്കുന്നതായ അമലുകൾ നമുക്ക് വേണം. അല്ലാഹു അത്തരത്തിൽ നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ അമലുകൾ പാകപ്പെടുത്താനുള്ള തൗഫീഖ് പടച്ച റബ്ബ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇബാദത്തുകളും അമലുകളും പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ റമദാനിലുള്ളതായ ജമാഅത്തായിട്ടുള്ളതായ നിസ്കാരങ്ങളും ഒരു വഖത്ത് പോലും നഷ്ടപ്പെടാത്ത നിലയിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് പടച്ച റബ്ബിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസമാണ് സൂറത്തുൽ കഹ്ഫ്. അതുപോലെ തന്നെ സ്വലാത്തുകൾ എത്രത്തോളം വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം വർദ്ധിപ്പിക്കുക. പരിശുദ്ധമായ ഈ സ്വലാത്തുകളൊക്കെ ചൊല്ലുന്നതിലൂടെ, ഞാൻ പറഞ്ഞില്ല തുടക്കത്തിലെ, ചെറിയ നന്മകൾക്ക് വലിയ പ്രതിഫലമാണ് ഈ പരിശുദ്ധമായ റമദാനിലുള്ളത്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച സുദിനങ്ങളിലൊക്കെയും കഴിയുന്ന നിലയിലുള്ള സൽക്കർമ്മങ്ങൾ, പാവപ്പെട്ട ഒരാളെ കണ്ടുപിടിച്ച് അവർക്ക് കഴിയുന്നതായ നിലയിലുള്ള സ്വതക്കകൾ നൽകിയും, അതുപോലെ തന്നെ നമ്മുടെ ഇബാദത്തുകൾ, നമ്മളുടെ അമലുകൾ അത്രത്തോളം സസൂക്ഷ്മം പ്രവർത്തിക്കാനും നാം സന്നദ്ധരാകണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.